ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബാൾസം ചെടിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ബാൾസം ചെടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് ബാൾസം ചെടി. ഇതെല്ലാം ഞാൻ നട്ട് വെച്ചിട്ടേ ഉള്ളൂ. പൂക്കൾ വിരിഞ്ഞ് തുടങ്ങിയില്ല, പക്ഷെ എല്ലാം നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ടാ. ഒരു ചട്ടിയിലുള്ള ചെടിയായത്, ഒരു ചട്ടിയിൽ ഒറ്റൊരു ചെടി കണ്ടോ. അതെത്രമാത്രം ബുഷിയായി വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ചട്ടിയിലുള്ളതും അങ്ങനെ തന്നെയുള്ളത് കണ്ടോ. ഇതൊക്കെ ഡബിൾ പെറ്റലാണ്. ഡബിൾ പെറ്റലിൻ്റെ കണ്ടോ, അതിന് ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പൂ വിരിയാറായില്ല. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് കുറച്ച് മാത്രമേ ആയുള്ളൂ. മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ. ഇതെല്ലാം ഡബിൾ പെറ്റലാണ്, മൾട്ടി പെറ്റൽ കണ്ടോ. ഇതൊക്കെ നിറച്ചും മുട്ടുകളായിട്ട് വന്നിട്ട് കണ്ടോ. എല്ലാം നല്ല ബുഷിയായി വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് വലുതായ ചെടികളാണ്. ഒക്കെ മൾട്ടിപ്പെറ്റൽ ഉണ്ടോ. ഉണ്ടോ, ഇതെല്ലാം മദർ പ്ലാന്റ് ആണ്. ഇത് ഇത്രമാത്രം ബുഷിയാവാൻ വേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കണ്ടോ, എൻ്റെ അടുത്തൊരു 8 കളറ് ഉണ്ടാവും മൾട്ടിപ്പെറ്റൽ തന്നെ. എല്ലാം പൂ വിരിഞ്ഞില്ല. ഇതെല്ലാം മുട്ട് വന്നിട്ടേ ഉള്ളൂ. പൂ വിരിയേണ്ട പ്രായം ആയതേ ഉള്ളൂ. കണ്ടോ കണ്ടോ, ഇതെല്ലാം എന്താ പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് മൾട്ടിപ്പെറ്റലാണ്. അപ്പോൾ ഇത് ബുഷിയാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാനൊരു ചെടി നട്ട് ആ ചെടി കുറച്ച് വലുതായി വന്നിട്ടാകുമ്പോൾ അതിന് ശാഖകളൊന്നും വരുന്നതിന് മുമ്പേ, അപ്പോൾ ഇതിൻ്റെ തല കണ്ടില്ലേ, തലഭാഗം കണ്ടോ, ഇതിങ്ങനെ നുള്ളി. ആദ്യം ഒന്ന് നട്ട് അത് വേര് പിടിച്ചു എന്ന് തോന്നിയാൽ ഉടനെ ഞാനതിൻ്റെ തല നുള്ളി. അപ്പോൾ ഈ തല നുള്ളുമ്പോൾ ഇവിടെയായിട്ട് നിറച്ച് ശിഖരങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഈ ശിഖരങ്ങൾ ഇതാ കണ്ടില്ലേ വന്നു തുടങ്ങി. ആ ശിഖരങ്ങളെ തലയും ഞാനെല്ലാം നുള്ളിക്കളഞ്ഞു. നമുക്ക് നുള്ളുമ്പോൾ ഭയങ്കര മടിയുണ്ടാവും, കാരണം അതിന് മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ടോ, മുട്ടുകൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഈ മുട്ടുകൾ വന്നത് നുള്ളുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. പക്ഷെ അത് നോക്കണ്ട, ഒരുപാട് ശാഖകൾ വരാൻ വേണ്ടി ഉള്ളതായിരുന്നു. ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. അതിൻ്റെ മുട്ട് വിരിയാറായി നിൽക്കുന്നത് കണ്ട. ഇതൊന്ന് വിരിഞ്ഞതാ, അത് കൊഴിഞ്ഞു പോയി കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാം ഈ തല ഇങ്ങനെ മുട്ട് വരുമ്പോൾ അത് നുള്ളിക്കളഞ്ഞത് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് വന്നത്. ഇതെല്ലാം ഇപ്പം ബുഷിയായി വന്ന് നിറച്ച് ശാഖകൾ വന്ന് നിറയെ മുട്ട് വന്നിട്ടാണ് ഉള്ളത് കണ്ടില്ലേ. ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അത് ഇങ്ങനെ ഓരോരാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. വൈറ്റ് കണ്ടോ, നല്ല രസമാണ് പൂക്കൾ. ബാൾസം എൻ്റെ അടുക്ക പല കളറും ഉണ്ട്, പക്ഷേ മൾട്ടിപ്പെറ്റൽ കൂടുതലില്ല, ഒരു 6 കളർ അത്ര മാത്രമേ ഉള്ളൂ. സിംഗിൾ പെറ്റൽ ഇങ്ങനെ ഒരുപാട് കളറുണ്ട്, ഒരു 10-15 കളറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ തല നുള്ളിക്കളയാൻ ആർക്കും മടി വേണ്ട കേട്ടോ. ഇതെല്ലാം അതുപോലെ തല നുള്ളിക്കളഞ്ഞതിന് ശേഷം ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ട് കണ്ടോ, ശിഖരങ്ങളെല്ലാം ഒരുപാട് വന്ന് ഇതിന് മുട്ട് വരുന്നതാണ്. പിന്നെ ഇതിന് വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നത്, ഇതിന് ഞാൻ ചെയ്യുന്ന വളം കൂടുതൽ ഒന്നും ഉപയോഗിക്കില്ല. 1-2 പ്രാവശ്യം ഞാൻ പിന്നെ NPK ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷെ അതിനേക്കാളും സൂപ്പറായിട്ടുള്ള ഒരു വളം കഞ്ഞിവെള്ളം കണ്ടില്ലേ, കഞ്ഞിവെള്ളം. ഞാൻ എല്ലാ ദിവസവും വരുന്ന കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം,
ദോശമാവിനുള്ള അരിയുടെ ആ പാത്രം കഴുകിയ വെള്ളം, ഇതെല്ലാം കൂടി ഞാൻ ഈ ബക്കറ്റിൽ ഒഴിച്ചു വെക്കും. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇത് എല്ലാ ദിവസവും ഞാൻ ഇതിലൊഴിക്കലാണ്. അപ്പോൾ ഈ വെള്ളം പുളിക്കും വേഗം. അപ്പോൾ ഈ പുളിച്ച വെള്ളം ഡൈല്യൂട്ട് ആക്കിയിട്ട് ഇതിൽ നേർപ്പിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ ഏറ്റവും അധികമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വളം എന്ന് പറയാൻ പ്രത്യേകിച്ചുള്ളത് ഇതാണ്. അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ടാകുമ്പം ഇതാ കണ്ടില്ലേ, അതുകൊണ്ടാണ് നല്ല ആരോഗ്യത്തിൽ ചെടിയെല്ലാം ഇങ്ങനെ വന്നിട്ടുള്ളത്. കണ്ടോ, ഇതെല്ലാം സിംഗിൾ പെറ്റലാണ്. ഇത് ഹൈബ്രിഡ് മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് ചെറിയ ചെടികളാണ്, നട്ടിട്ട് ഒരു കൂടുതലൊന്നും ആയില്ല. ഇങ്ങനെ വളർന്ന് തലനുള്ളി കളഞ്ഞത് കൊണ്ടാണ് എല്ലാം നല്ല ബുഷിയായതിന് ശേഷം മാത്രം പൂ വിരിഞ്ഞാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂ. ഞാൻ യൂട്യൂബിൽ നിന്ന് ഓരോരാളെ വീഡിയോ നോക്കിയിട്ട് അതുപോലെ ചെയ്തിട്ട് അതുപോലെ അത് കണ്ട് നോക്കി ഓരോ സെർച്ച് ചെയ്തിട്ട് അതുപോലെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.